ഡോക്ടർ പി ജെ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. പി ജെ വിൻസെന്റ്, ഇത് കൂടുതൽ വഷളാവുകയാണ് സ്ഥിതി. സ്ഥിതി സംഘർഷാത്മകമായിട്ട് തന്നെ തുടരുകയാണ്. പക്ഷെ ഇന്ന് ചർച്ച നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇസ്ലാമാബാദ് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇസ്ലാമാബാദ് ടോക്സിന്റെ രണ്ടാം ഘട്ടവും നടക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ JD വാൻസ് പങ്കെടുക്കുന്നില്ല. ജാരദ് കുഷ്ണറും വിറ്റ്കോഫും ആണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നാണ് സൂചന. ഏതായാലും ഈ ഹോർമൂസ് കടലിടുക്ക് ഈ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇറാനിലുള്ള ഭരണകൂട മാറ്റവും അവരുടെ മിസൈൽ പദ്ധതിയും ആണവ പദ്ധതിയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിന്റെ കാരണമായി അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ട് മുന്നോട്ട് വെച്ചതെങ്കിലും ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ കേന്ദ്രസ്ഥാനത്തിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു, അത് തുറക്കണം എന്ന ഡിമാൻഡിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അവിടെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നാവിക ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ളതാണ് അമേരിക്കയുടെ നയം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും അതിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുമാണ് വിവരം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കൂടുതൽ പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. കാരണം പെർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള ഇറാന്റെ അമേരിക്കയുടെ പടക്കപ്പലുകളെയോ അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ താവളങ്ങളെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം പുനരാരംഭിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഏതായാലും ആ ദിശയിലേക്ക് കാര്യങ്ങൾ വളരാനുള്ള സാധ്യതയില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സമാധാന ചർച്ച നടക്കുന്നതിന് സമാന്തരമായി വലിയ രൂപത്തിലുള്ള മിലിറ്ററി ബിൽഡപ്പ് ആ മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 5000-ഓളം പട്ടാളക്കാരെ വീണ്ടും അവിടേക്ക് വിന്യസിച്ചുകൊണ്ടുള്ള പ്രസിഡന്റിന്റെ ഓർഡർ വന്നിരിക്കുന്നു. അപ്പോൾ ഈ നാവിക ഉപരോധം ഏർപ്പെടുത്തിയും സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചും ഇറാനെ പരമാവധി സമ്മർദ്ദത്തിലാഴ്ത്തി അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ഒരു അഗ്രിമെന്റിൽ എത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷെ ഇറാൻ വളരെ ശക്തമായ ഒരു പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അക്രമം ആരംഭിച്ചതിൽ നിന്നും വ്യത്യസ്തമായി അന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായി ഒരു ഉഭയകക്ഷി ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും അത് നേടിയെടുക്കുവാനും സമ്മർദ്ദശേഷി ഇറാന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹോർമൂസ് കടലിടുക്കിന് മേലെയുള്ള അവരുടെ നിയന്ത്രണമാണ്. അതിൽ ഇറാനുമായി ബന്ധപ്പെട്ട അതിന്റെ കടൽ തീര മേഖലയിൽ അവർ മൈനുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതോടൊപ്പം 10 കിലോമീറ്റർ വീതിയിൽ വരുന്ന കപ്പൽപാത, 10 കിലോമീറ്റർ വീതിയിലാണ് കപ്പൽപാതയുള്ളത്. അതിൽ ഏകദേശം 3 കിലോമീറ്റർ അങ്ങോട്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ടുമായിട്ട് കപ്പൽ ഗതാഗതം വരത്തക്ക വിധത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ നേരിയ ഒരു കടലെടുക്കാണത്. ചില സ്ഥലങ്ങളിൽ അതിന് 33 കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ. നല്ല വീതിയുള്ള സ്ഥലങ്ങളിൽ 54 കിലോമീറ്റർ വരെയാവും. അപ്പോൾ ഈ ഇടുങ്ങിയ കപ്പൽ പാത ഭൂമിശാസ്ത്രപരമായ ഇറാന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അവർക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കും. അവിടെ എത്ര ശക്തമായ സൈനിക സാന്നിധ്യമുണ്ടെങ്കിലും ഇറാന്റെ നാവികസേനയ്ക്ക് അവരുടെ കയ്യിൽ കാര്യമായ പടക്കപ്പലുകളൊന്നുമില്ല. പക്ഷെ അവരുടെ ഗൺബോട്ടുകൾ തന്നെ ആ മേഖലയിലുള്ള, അതുപോലെ ഡ്രോണും ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ മതി അവിടെയുള്ള ടാങ്കറുകളുടെ ഗതാഗതത്തെ ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം ശരാശരി 15 ടാങ്കറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പാതയാണത്. അത് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഈ ലെബനൻ യുദ്ധമേഖലയിൽ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇറാൻ തുറന്ന കപ്പൽപാത വീണ്ടും അടച്ചത്. അവിടെയാണ് ഇറാൻ സീസ്ഫയർ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ടും ഹോർമൂസ് കടലിടുക്ക് തുറക്കാവുന്നതാണ്. പക്ഷേ സമഗ്രമായ നാവിക ഉപരോധവും കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഹോർമൂസ് ഇടുക്കിലൂടെയുള്ള ഗതാഗതം ഇറാൻ മാത്രമായി തുറന്നു കൊടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇറാന്റെ പേർഷ്യൻ ഗൾഫിലും ഉള്ള തുറമുഖങ്ങൾ ആക്രമിക്കുക, ഒരുപക്ഷെ ഖാർഗ് ഐലൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്കയുടെ സൈനിക താല്പര്യവും മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. യഥാർത്ഥത്തിൽ ചർച്ച നടക്കാനുള്ള വഴി ഒരുങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ചർച്ചയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും അമേരിക്കയുടെ ഈ പ്രകോപനപരമായ സൈനിക നടപടികളും ഏകപക്ഷീയമായ ആവശ്യങ്ങളും മുൻനിർത്തിയാണെങ്കിൽ ഒരുപക്ഷെ രണ്ടാമത്തെ ചർച്ചയും
പരാജയപ്പെടാനാണ് സാധ്യത. ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇവിടെ ലബനാൻ ഈ ചർച്ചാ ടേബിളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇസ്രായേലിന്റെ സമ്മർദ്ദം മാത്രമാണോ അമേരിക്ക അതിൽ വഴങ്ങാത്തതിന് കാരണം? ഇസ്രായേലിന്റെ സമ്മർദ്ദം മാത്രമല്ല, ആ മേഖലയിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അമേരിക്കയുടെ താല്പര്യങ്ങൾ നേരിട്ട് ഇസ്രായേലിനേക്കാൾ അധികം ഉള്ള മേഖലയാണ് പേർഷ്യൻ ഗൾഫ്. കാരണം പേർഷ്യൻ ഗൾഫില് ഉള്ള എണ്ണ വിഭവങ്ങളുടെ മേലെ കഴിഞ്ഞ ഒരു 7 ദശാബ്ദങ്ങളെങ്കിലുമായി അമേരിക്കയ്ക്ക് ഏറെക്കുറെ സമഗ്രമായ നിയന്ത്രണമുണ്ട്. 1950-കളിൽ തുടങ്ങിയതാണ്. അപ്പോൾ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്ത ഏക വ്യക്തി ആ മേഖലയിലുള്ളത് മൊസദിഖാണ്. അദ്ദേഹം 1952 ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം എണ്ണ ദേശസാൽക്കരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് അമേരിക്ക. പിന്നെ അദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു. 1967 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം അത്തരത്തിലുള്ള ഒരു ചെറിയ ഡിസ്റപ്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെയുള്ള GCC രാജ്യങ്ങൾ, അത് ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ അടക്കമുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾ, എണ്ണ ഉൽപാദക ഗൾഫ് രാജ്യങ്ങളുടെ മേലെ അമേരിക്കയ്ക്ക് വലിയ നിയന്ത്രണമുണ്ട്. അവിടെയുള്ള കമ്പനികളെല്ലാം തന്നെ അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വലിയ നിക്ഷേപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യവും അവരുടെ തന്ത്രപരമായ താല്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഗൾഫ്. അതോടൊപ്പം ഇറാനും റഷ്യയും ചേർന്ന സഖ്യം പേർഷ്യൻ ഗൾഫിലേക്ക് അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നത് ഒരു വൻശക്തി, ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ അമേരിക്ക അതിനെ ചെറുക്കുന്നുണ്ട്. ഇപ്പോഴാകട്ടെ ഈ മേഖലയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ പർച്ചേസ് ചെയ്യുന്ന ഒരു രാജ്യം ചൈനയാണ്.